രാജ്യത്ത് 100% എഥനോൾ ആയ ഇന്ധനം 2 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കുക എന്നൊരു പദ്ധതിക്ക് പൊതുമേഖലാ എണ്ണ കമ്പനികളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്ന് ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ നമുക്ക് ഇന്ന് പെട്രോൾ ബങ്കുകളിലൂടെ ലഭിക്കുന്ന ഇന്ധനം 20% എഥനോൾ കലർന്നതാണ്. അത് 100%-ആയി ഉയർത്തുന്നതിലൂടെ വലിയ തോതിൽ ഇന്ധന ചെലവ് കുറയ്ക്കുവാൻ സാധിക്കും. എണ്ണയുടെ ഇറക്കുമതി വളരെയധികം കുറയ്ക്കുവാനും സാധിക്കും. നിലവിലുള്ള ഈ 20% 2 വർഷത്തിനുള്ളിൽ 100%-ആക്കുവാൻ ഏകദേശം 5000-ഓളം എഥനോൾ ഔട്ട്ലെറ്റുകൾ തുറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് വളരെ നല്ല ഒരു പദ്ധതിയാണ്. കാരണം രാജ്യത്തിൻ്റെ എണ്ണ ഇറക്കുമതി ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, 2023 എഥനോൾ പെട്രോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എഞ്ചിനിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ മാരുതി സുസുക്കിയും അതുപോലെ ടയോട്ടയൊക്കെ അത്തരം 23 ഇത്തരം കോമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ ഇറക്കിയത്. അതിനു മുമ്പ് നിസാൻ അതുപോലെ റിനോൾട്ട് തുടങ്ങിയ കമ്പനികൾക്ക് അവരുടെ വാഹനങ്ങൾ നേരത്തെ തന്നെ എഥനോൾ 20 വരെ ഉപയോഗിക്കാവുന്ന രീതിയിൽ കോമ്പാറ്റബിളാണ്. അപ്പോൾ ഇതിൽ വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഥനോൾ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ ഈ എഞ്ചിനിലെ ഈ റബ്ബർ പാർട്സ് എല്ലാം തന്നെ പെട്ടെന്ന് കേടുവന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ പഴയ വാഹനങ്ങളിൽ നമ്മൾ എഥനോൾ മിശ്രിതമുള്ള പെട്രോൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റബ്ബർ ഭാഗങ്ങൾക്ക് കേട് വരാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് എഥനോൾ കോമ്പാറ്റബിൾ ആയിട്ടുള്ള റബ്ബർ സീലുകളും മറ്റു സാധനങ്ങളുമൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് 2023 മുതൽ ഇപ്പോൾ ഇന്ത്യയിലെ വാഹനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടാവുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ധനക്ഷമത വാഹനങ്ങളുടേത് കുറയാനും സാധ്യതയുണ്ട്. 10 മുതൽ 20% വരെ ഇന്ധനക്ഷമത ഈ വാഹനങ്ങളിൽ കുറയുന്നുണ്ട് എന്നാണ് കാണുന്നത്. അത് എഥനോൾ 20 ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അതിൻ്റെ നിലവിലുള്ള മൈലേജ് ഒരു 10 മുതൽ 20% വരെ കുറയാനും ഈ റബ്ബർ പാർട്സിന് കുഴപ്പമുണ്ടാകാനാണ് സാധ്യത. അപ്പം അങ്ങനെ വരുമ്പോൾ എഥനോൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്നത്തെ പെട്രോൾ എഞ്ചിനുകൾ, ഡീസൽ വാഹനങ്ങൾക്ക് ഇത് വരുന്നില്ല. കാരണം ഡീസലിൽ എഥനോൾ മിക്സ് ചെയ്യുന്നത് പ്രായോഗികമല്ല. അതിനാൽ തന്നെ ഡീസൽ വാഹനങ്ങളിൽ വരുന്നില്ല. പകരം പെട്രോൾ വാഹനങ്ങളിലാണ് എഥനോൾ ഉപയോഗിക്കുന്നത്. പെട്രോളിൻ്റെ കൂടെയാണ് എഥനോൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ 100% വരുമ്പോൾ ഇപ്പോഴ് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അതിന് കോമ്പാറ്റബിൾ അല്ലാതായിട്ട് വരും. ആ സമയത്ത് ഫ്ലെക്സി ഫ്യൂവൽ എന്ന ഒരു കൺസെപ്റ്റിലേക്കാണ്, അതായത് എഥനോളോ അതുപോലെ ഫോസിൽ ഫ്യൂവലോ അല്ലെങ്കിൽ പെട്രോളോ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള എഞ്ചിനുകൾക്ക് രൂപം നൽകാനാണ് ഇപ്പോൾ നമ്മുടെ നിർമ്മാണ കമ്പനികൾ ആലോചിക്കുന്നത്. അതിനുള്ള പ്രോട്ടോടൈപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഒരു വാഹനത്തിൽ അത് പരീക്ഷിച്ചില്ലെങ്കിലും ആ രീതിയിൽ ഓടുന്ന എഞ്ചിനുകൾ ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ തോതിൽ വാഹനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിൽ മാറ്റം വരുത്തുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ എഥനോൾ ഫ്യൂവലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. പഴയ വാഹനങ്ങൾ പൂർണ്ണമായി തന്നെ ഇപ്പോൾ 100% എഥനോളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 2023 മുമ്പോ അല്ലെങ്കിൽ അതിനൊക്കെ വളരെ മുമ്പോ ആയിട്ടുള്ള പെട്രോൾ വാഹനങ്ങൾ പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും. കാരണം അതിന് പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണികൾ ധാരാളമായിട്ട് വരും. അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ അതിൻ്റെ എൻജിൻ പവറും ഒക്കെ വളരെയധികം കുറയും. അപ്പോൾ പുതിയ ഇന്ധനം വരുമ്പോൾ അതിന് പുതിയ തരത്തിലുള്ള എൻജിനുകളും ആവശ്യമാണ്. അതായത് ഫ്ലെക്സി ഫ്യൂവലിൽ ഓടുന്ന, എഥനോളിൽ ഓടുമ്പോൾ ഒരു കുഴപ്പവും സംഭവിക്കാത്ത രീതിയിലുള്ള എൻജിനുകൾ ഉണ്ടാക്കി എടുക്കണം. അതിന് ഇപ്പോൾ നമ്മുടെ നിർമ്മാണ കമ്പനികൾ, അതായത് ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ അതിന് തയ്യാറാവുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇന്ധനം നമുക്ക് വലിയ ലാഭം നേടുന്നതും. പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഇന്ധനം മാറുമ്പോൾ, എഥനോളിലേക്ക് മാറുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെയും അതുപോലെ എഥനോളിൻ്റെയും വിലയിൽ വലിയ വ്യത്യാസമുണ്ട്. എഥനോൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകാവുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ പെട്രോളിൻ്റെ വില പകുതിയായെങ്കിലും കുറയേണ്ടതുണ്ട്. അങ്ങനെ കുറയുകയാണെങ്കിൽ മാത്രമേ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ലാഭം ലഭിക്കുകയുള്ളൂ. കാരണം 100% എഥനോളിലേക്ക് മാറുമ്പോൾ ഇന്ന് കമ്പനി 20 കിലോമീറ്റർ ക്ലെയിം ചെയ്യുന്നൊരു വാഹനത്തിന് അതിൻ്റെ മൈലേജ് വളരെയധികം കുറയും. അതായത് അത് പിന്നെ 12-13 കിലോമീറ്റർ മൈലേജ് മാത്രമേ ലഭിക്കുകയുള്ളൂ.
സ്വാഭാവികമായിട്ടും ഇപ്പോൾ E20 പോകുമ്പോൾ തന്നെയും 2-3 കിലോമീറ്റർ മൈലേജ് ഒരു വാഹനത്തിന് കുറയുന്നുണ്ട്. അപ്പോൾ ഇത് ലാഭകരമാവണമെങ്കിൽ, അതായത് ഉപഭോക്താവിന് ലാഭകരമാണെന്നുണ്ടെങ്കിൽ ഈ വില ഗണ്യമായി കുറയേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു തരത്തിൽ ഇതിപ്പോൾ പഞ്ചസാര മില്ലുകളിൽ നിന്നാണ് ഈ എഥനോൾ വരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കരിമ്പ് കൃഷിക്കാർക്ക് ഇത് തികച്ചും ലാഭകരമായി മാറുമെന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാൻ സാധിക്കുന്നത്. ഒന്ന്, ഇപ്പം നിലവിലുള്ള പഴയ പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നീട് ഒട്ടും ലാഭകരമാവില്ല. കാരണം ഫ്രീക്വൻ്റായിട്ട് വാഹനങ്ങൾക്ക് അതിൻ്റെ എഞ്ചിനിൽ പണി വന്നുകൊണ്ടിരിക്കും. കാരണം അതിൻ്റെ പല റബ്ബർ ഫൈബർ പാർട്ടുകളെല്ലാം തന്നെ എഥനോൾ കലരുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ ഇതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഫ്ലെക്സി ഫ്യൂവൽ എഞ്ചിനുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കില്ല. പക്ഷേ അത് ലാഭകരമാവണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പെട്രോൾ വിലയിൽ നിന്ന് അതിൻ്റെ പകുതിയെങ്കിലും കുറച്ചാൽ മാത്രമേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലാഭകരമാവുകയുള്ളൂ. കാരണം മൈലേജ് കുറയുന്നു, അതുപോലെ എഞ്ചിൻ്റെ വിയർ ആൻഡ് ടയറും കൂടാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഇത് ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ കിട്ടുന്ന ലാഭം ഇപ്പോൾ ഇന്ന് മഹാരാഷ്ട്രയിലും മറ്റും അങ്ങേയറ്റം പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമുണ്ടാകുമ്പോൾ മാത്രമേ ഇത് രാജ്യവിരോധിക്ക് ഗുണകരമായി തീരുകയുള്ളൂ. നേരെ മറിച്ച് ഇത് ഈ എഥനോളിൻ്റെ ലാഭം മുഴുവനായിട്ട് ഇപ്പോൾ കമ്പനികൾ കൈയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലാഭം മുഴുവനായിട്ട് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യം ഇന്ധന കാര്യത്തിൽ വലിയൊരു മാറ്റത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 2 വർഷത്തിനുള്ളിൽ 5000-ഓളം എഥനോൾ 100% വിൽപ്പന കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. 5 വർഷത്തിനുള്ളിൽ പെട്രോളിന് പകരം എഥനോൾ ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി മുന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിജയം ഇത്തരത്തിലുള്ള 2-3 കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഉപഭോക്താക്കൾക്ക് അതിൻ്റെ ലാഭം ഉണ്ടാവണം, അതുപോലെ തന്നെ പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യുന്ന കരിമ്പ് കർഷകർക്കും അതിൽ നിന്ന് ഗുണമുണ്ടാവണം. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പദ്ധതി സ്വാഗതാർഹമാണ്.